സാലി, വളരെ കൃത്യമായ രീതിയിൽ കോടതിയിൽ നിന്നും ഹൈക്കോടതിയിൽ നിന്നും ലഭിച്ചൊരു തിരിച്ചടി അത് വളരെ വ്യക്തമാണ്, നമുക്ക് എല്ലാവർക്കും മനസ്സിലായതുമാണ്. എന്നാൽ ആ പ്രതിപക്ഷ നേതാവ് ആ തിരിച്ചടി തങ്ങൾക്ക് ലഭിച്ചതല്ല എന്ന് വരുത്തി തീർക്കുവാനുള്ള ഒരു ഇരട്ടത്താപ്പല്ലേ ഇന്ന് കാണിച്ചത്? സിന്ധുരി, അതായത് വളരെ ഹൈക്കോടതി ഉത്തരവിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ പ്രതിപക്ഷ നേതാക്കളുടെ ഹർജി തള്ളുന്നു എന്ന് ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് കൃത്യമായി അതിൽ വിശദമാക്കുന്നുണ്ട്. അതിൽ നമ്മളെ വാർത്തയിൽ സൂചിപ്പിക്കുന്ന 15-ാം ഖണ്ഡികയും 20-ാം ഖണ്ഡികയും അതിൽ വിശദമായി പറയുന്നത് ഇപ്രകാരമാണ്: ഏതെങ്കിലും തരത്തിൽ ഇതിൽ ഈ ഡേറ്റ ചോർന്നതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, സർക്കാരിന് എന്തെങ്കിലും ഗൂഢലക്ഷ്യം ഉണ്ടായിരുന്നു എന്നും പറയാനാവില്ല എന്ന് കോടതി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതായത് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അന്നത്തെ മുൻപ് ഉള്ള പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും BJP അധ്യക്ഷനും ആയിരുന്ന കെ സുരേന്ദ്രനും ഒക്കെ ചൂണ്ടിക്കാട്ടിയിരുന്നതും പറഞ്ഞിരുന്നതും ഇതിൽ ഡേറ്റ ചോർച്ചയുണ്ട്, ഡേറ്റ വിറ്റ് സർക്കാർ അല്ലെങ്കിൽ ഇടത് ഗവൺമെന്റ് പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, അതിൽ നിഗൂഢതയുണ്ട്, മറ്റ് നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ടെന്നൊക്കെ വലിയ ആരോപണങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. കോടതി അതിൽ വിശദമായി തന്നെ വാദം കേട്ടു, വിശദമായി തന്നെ പരിശോധിച്ചു, അതിന്റെ മെറിറ്റിലേക്ക് കടന്നു തന്നെ പരിശോധിച്ചു. അതിനുശേഷമാണ് 28-ന് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ആ ഉത്തരവിൽ കൃത്യമായി പറയുന്നുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഡേറ്റ ചോർച്ച ഉണ്ടായി എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, എന്തെങ്കിലും ഗൂഢലക്ഷ്യം സർക്കാരിനുണ്ടായിരുന്നു എന്നതും പറയാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യത്തിൽ അന്തിമ ഉത്തരവ് പുറപ്പെടുവിച്ചത്. പക്ഷേ ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അങ്ങനെയൊന്നുമല്ല, ഏതെങ്കിലും തരത്തിൽ ഇനി ആ കേസിന് നിലനിൽപ്പില്ല, അതായത് കാലഹരണപ്പെട്ടു എന്ന് പറയാം എന്ന തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. കാലഹരണപ്പെട്ട ഒരു കേസിൽ കോടതി അങ്ങനെ കേസ് തീർപ്പാക്കി അവസാനിപ്പിക്കേണ്ടത്, അല്ലാതെ തങ്ങൾ പറഞ്ഞതെല്ലാം കോടതി അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ കേസ് തീർപ്പാക്കിയിരിക്കുന്നതെന്ന വിചിത്ര വാദമാണ് പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ചത്. പക്ഷേ ആ ഉത്തരവ് വായിച്ചാൽ കൃത്യമായും നമുക്ക് മനസ്സിലാവും, ഉത്തരവ് കൃത്യമായി പറയുന്നുമുണ്ട് എന്ത് ആരോപണമാണോ ഹർജിക്കാർ ഉന്നയിച്ചത് ആ ആരോപണങ്ങളെല്ലാം നിരാകരിച്ചുകൊണ്ട് ആ ഹർജികളെല്ലാം കോടതി തീർപ്പാക്കി അവസാനിപ്പിക്കുകയുണ്ടായത്. അതാണ് വസ്തുത എന്നിരിക്കെയാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് തീർത്തും വസ്തുതാവിരുദ്ധമായ കാര്യം അവകാശവാദമായി മാധ്യമങ്ങൾക്ക് മുമ്പാകെ ഉന്നയിച്ചത്. മാധ്യമങ്ങൾ അത് നിരന്തരം മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയപ്പോഴും ഒരു തരത്തിലും അതിന് അദ്ദേഹം വഴങ്ങാൻ തയ്യാറായില്ല. തങ്ങളുടെ നിലപാട് തന്നെയാണ് ശരി, ആ നിലപാട് ശരിവെക്കുന്നതാണ് കോടതി ഉത്തരവ്, തങ്ങൾക്കിതൊരു തിരിച്ചടിയേ അല്ല എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ കുറെ കാലങ്ങളായി നിരന്തരമായി തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഉണ്ടായ സംഭവവികാസങ്ങളുമായി ബന്ധപ്പെട്ട്, തുടർന്ന് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തുമായി ബന്ധപ്പെട്ടും ഈ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാക്കൾ മാത്യു കുഴൽനാടൻ, ജ്യോതികുമാർ ചാമക്കാല, അങ്ങനെ കുറെ നേതാക്കൾ നിരന്തരം കോടതിയെ സമീപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ AI ക്യാമറയുടെ ആണെങ്കിലും സ്പ്രിംഗ്ലറിന്റെ ആണെങ്കിലും മറ്റ് ഒട്ടേറെ കേസുകളിൽ കനത്ത തിരിച്ചടിയാണ് പ്രതിപക്ഷത്തിനും പ്രതിപക്ഷ നേതാക്കന്മാർക്കും ഒക്കെ ലഭിച്ചുകൊണ്ടിരുന്നത്. അത് മറച്ചുവെക്കാനാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇത്തരത്തിലൊരു നിലപാടെടുത്തത്. പക്ഷെ അത് വസ്തുതാവിരുദ്ധമാണ് എന്ന് ഈ കോടതി ഉത്തരവ് വായിച്ച് ആർക്കും ബോധ്യപ്പെടും. അതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് പ്രതിപക്ഷ നേതാവ് എടുത്ത ഒരു സമീപനമാണ്. അതായത് ഈ മുൻ ചീഫ് ജസ്റ്റിസ് SV ഭാട്ടിയ ഒരു പൊതു താല്പര്യ ഹർജി പരിഗണിക്കുക, അതായത് AI ക്യാമറകൾക്കെതിരായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൊടുത്ത ഒരു ഹർജി പരിഗണിക്കവേ കടുത്ത വിമർശനം ഹർജിക്കാരനായ വി ഡി സതീശനെതിരെ ഉന്നയിച്ചിരുന്നു. പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്നാണ് പൊതു താല്പര്യ ഹർജികളെ കോടതി ഭാഷയിൽ പറയുക. അപ്പം കോടതി ഈ ഹർജി വായിച്ചതിന് ശേഷം പറഞ്ഞത് ഇതിൽ പ്രതിപക്ഷ നേതാവിന് പബ്ലിക് ഇൻട്രസ്റ്റ്, അതായത് പൊതു താല്പര്യമല്ല, പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണ്, പബ്ലിസിറ്റി താല്പര്യമാണ് എന്ന് വിമർശിച്ചിരുന്നു. അന്ന് വലിയ വാർത്തയായതാണ്. പ്രതിപക്ഷ നേതാവിന് കോടതിയുടെ ചരിത്രത്തിൽ ലഭിച്ച ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു. അത് ഇന്ന് മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് ഇങ്ങനെ അധിക്ഷേപിക്കുന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞത്. മറ്റൊരു കേസിൽ തനിക്കെതിരെ വിമർശനം ഉന്നയിച്ച ജഡ്ജി അത് വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയുകയായിരുന്നു എന്ന് അങ്ങേയറ്റം വിചിത്രമായ ഒരു അധിക്ഷേപ പരാമർശമാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് എടുത്ത സമീപനത്തിന്റെ ഒരു പൊരുത്തക്കേടും പ്രശ്നവും. ഏതായാലും വരും ദിവസങ്ങളിൽ വിവാദമാവുന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്ന് മന്ത്രി P രാജീവ് വാർത്താസമ്മേളനത്തിനെതിരെ ചൂണ്ടിക്കാട്ടിയപ്പോൾ അദ്ദേഹം വിമർശനം ഉന്നയിച്ചു. അങ്ങനെ എന്താണ് സ്പ്രിംഗ്ലർ കരാറുമായി ബന്ധപ്പെട്ടുണ്ടായ കോടതി ഉത്തരവ്, എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് അതിനെ വളച്ചൊടിക്കുന്നതെന്ന് ഭരണപക്ഷത്തുള്ള മുഴുവൻ നേതാക്കളും ഇപ്പോൾ ചോദിക്കുന്നുമുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ അത് വലിയ ചർച്ചയാകും എന്ന കാര്യം ഉറപ്പാണ്.